ഞാൻ പറയുന്നു നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാൻ പുതിയൊരു വെയിറ്റ് ഗെയിൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കധികം ലാഗ് ഒന്നും എടുപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ കഴിച്ച് തടി വെക്കുക എന്നുള്ള ആ ഒരു തോട്ട് മാറ്റി വെക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിച്ച് തടി വെക്കണേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടിപ്സ് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് 2 ലിറ്റർ വെള്ളം മിനിമം കുടിച്ചിരിക്കണം. ഞാൻ എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ 50 കിലോ വെയിറ്റ് ഉണ്ട്, 50-ൽ കൂടുതലുണ്ട്. അപ്പോൾ 2 ലിറ്റർ വെള്ളമാണ് ഞാൻ കുടിക്കാറ്. നിങ്ങൾ 25 കിലോ വെച്ചിട്ട് ഓരോ ലിറ്റർ വെള്ളം അളവിൽ കുടിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 75 കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം. അങ്ങനെ മിനിമം എൻ്റെ ഒരു ലെവലൊക്കെ ആണെങ്കിൽ 2 ലിറ്റർ വെള്ളം നിങ്ങൾ മിനിമം എന്തായാലും കുടിച്ചിരിക്കണം. അതാണ് ഫസ്റ്റ് ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ ലഞ്ചിൻ്റെയും ഇടയിൽ എന്തെങ്കിലും കഴിക്കുക. അതുപോലെ ഈ ലഞ്ച് ടു ഡിന്നറിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അപ്പോഴും എന്തെങ്കിലും കഴിക്കുക. ഞാൻ കഴിച്ചിരുന്ന പറഞ്ഞാൽ 11 to 11:30 ഉള്ളിൽ രാവിലെയും, അതുപോലെ വൈകിട്ട് ഒരു 4:30-5 മണി ആ ഒരു സമയത്ത് വൈകിട്ടുമാണ് ഞാൻ ഇടനേരത്ത് ഫുഡ് കഴിച്ചിരുന്നത്. ഞാനത് ചോറല്ല കേട്ടോ കഴിച്ചിരുന്നത്. ചോറ് ഞാൻ കഴിക്കാൻ പറയില്ല, ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോറ് പോലത്തെ ഹെവി ഐറ്റം ഫുഡ് കഴിക്കാതിരിക്കുക. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടനേരത്ത് കഴിക്കാനുള്ള ഒരു 2 ടൈപ്പ് ഓഫ് ഫുഡാണ്. ഫുഡല്ല, 2 ടൈപ്പ് ഓഫ് ഒരു മീൽ എന്ന് പറയാം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് റാഗി കുറുക്കില്ലേ എന്ന് വെച്ചാൽ ഈ കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കില്ലേ, കുഞ്ഞുകുട്ടികൾക്കല്ല വലിയൊരും കഴിക്കും. ആ റാഗി കുറുക്കുണ്ട്, അത് നിങ്ങൾക്ക് ശർക്കര ഇട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ കുറുക്ക് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കുറുക്ക് പോലെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രപ്പഴല്ലേ, ഈ നേന്ത്രപ്പഴം റോസ്റ്റ് ചെയ്ത് കഴിക്കും. നെയ്യിലിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. ഈ 2 ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടുള്ള ഇടനേരത്തെ ഫുഡായിട്ട് കഴിച്ചിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ജ്യൂസ്, വല്ല ഫ്രൂട്ട്സിന്റെ ഒക്കെ ജ്യൂസ് ഇല്ലേ, ഫ്രൂട്ട്സാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കുക. എന്തെങ്കിലും ഒരു ഷേക്ക്, അതായത് പാലും എന്തെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഷേക്ക്, ഇതിലത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് ഈ ഇടനേരത്ത് കഴിക്കാം. അതാണ് എൻ്റെ മെയിൻ മൂന്നാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പീസ് മൈൻഡ് ആയിട്ട് ഇരിക്കുക. അതായത് ഒരുപാട് ടെൻഷൻ, ഒരുപാട് സ്ട്രെസ് അതൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ തിന്നണത് ശരീരത്തിൽ പിടിക്കില്ല. ഞാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ എത്രയൊക്കെ തിന്നാലും ശരീരത്തിൽ പിടിക്കാത്തതിന്റെ മെയിൻ കാരണമാണ് സ്ട്രെസ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ പുലർച്ചെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പീസായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പം നമ്മളെ ശരീരത്ത് നമ്മൾ എന്തെങ്കിലും തിന്നാൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരം ഹാപ്പി ആയിരിക്കണം ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ടിപ്സ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ എനിക്കൊരു കുറച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു സാധനമുണ്ട്. അത് ഞാൻ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം മേടിക്കാൻ അത്യാവശ്യം ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളാണ്. അപ്പം അതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം, പിസ്ത, കാഷ്യൂ, അതുപോലെ വാൾനട്ട്, അങ്ങനത്തെ നട്ട്സ് ഐറ്റംസ് ഒക്കെ. പിന്നെ ഈ ഡേറ്റ്സ് ഇല്ലേ, ഡേറ്റ്സ് കുരു കളഞ്ഞതും ഒക്കെ കൂടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ പൊടിച്ചെടുക്കല്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ശർക്കരയോ അല്ലെങ്കിൽ മധുരത്തിന് എന്താണോ നിങ്ങൾക്ക് കൺവീനിയന്റ്, ഇപ്പൊ തേനാണെങ്കിൽ തേൻ, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കൺവീനിയന്റ് അതും കൂടി മിക്സ് ചെയ്തിട്ട് ബോളായിട്ടോ അല്ലെങ്കിൽ പരത്തിയിട്ട്, നമ്മൾ കടലമിഠായി ഉണ്ടാക്കില്ല അതുപോലെ പരത്തിയിട്ടോ നിങ്ങൾക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സീഡ്സ് ഒക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ അതായത് പംകിൻ സീഡ്, അതുപോലെ സൺഫ്ലവർ സീഡ്, അങ്ങനത്തെ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് മേടിക്കാൻ കിട്ടില്ല, അതിനെന്താ പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സീഡ്സും ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബോളാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് അതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 1 വീക്ക് കൂടുതലും വെച്ച് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതൊരു 2 ബോളോ അല്ലെങ്കിൽ 2 പീസൊക്കെ ഇട്ട് ഡെയിലി എടുത്ത് കഴിച്ചാൽ അത് നല്ല എഫക്റ്റീവാണ്. അത് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. എന്നുവെച്ചാൽ പഞ്ചസാര അല്ല ഇടുന്നത്, എന്ന് വെച്ചാൽ പഞ്ചസാരയുടെ ഓൾട്ടർനേറ്റീവ്സ് അല്ല ഇടുന്നതെങ്കിൽ അത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ടിപ്സ്, ട്രിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ 4 ടിപ്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കണം.
അപ്പോൾ ഈ 4 ടിപ്പും നിങ്ങൾ നന്നായി ചെയ്താൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കുക. 1 വീക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. അപ്പം നിങ്ങളിത് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് 1 വീക്ക് ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഫുഡും അത്യാവശ്യം നന്നായി കഴിക്കണം കേട്ടോ. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എന്താ പറയുക വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ ഞാൻ കമൻ്റൊക്കെ വായിക്കുന്നതായിരിക്കും, പരമാവധി എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ അധികം വലിച്ചു നീട്ടിയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.